രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുമ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരായ നിലപാടിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുന്നു. വ്യാപക ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് കർണാടക കോൺഗ്രസിന്റെയും തീരുമാനം. ബംഗളൂരുവിൽ നിന്ന് ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തിലെ സുതാര്യതയും ആത്മാർത്ഥതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഗൗരവതരമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. അതിന് രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണല്ലേ? തീർച്ചയായും റോഷ്നി, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയം, അതായത് വോട്ടർ പട്ടികയിൽ വന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച വിഷയം സത്യവാങ്മൂലമായി നൽകണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശഠിച്ചത്. എന്നാൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വോട്ടർ, അതായത് ഇരട്ട വോട്ട് ചെയ്തു എന്ന് പറയുന്ന ശകുനി റാണി എന്ന് പറയുന്ന ആൾ, അവരുടെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നു. അതായത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ഏത് രീതിയിലൊക്കെ ആണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ സംബന്ധിച്ചായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത്. ബാംഗ്ലൂരിൽ മഹാദേവപുരയിൽ നിരവധി വോട്ടുകൾ, 1 ലക്ഷത്തിലധികം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് നേരത്തെ തന്നെ വലിയ ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നേർ വിപരീതമാകുന്നത്. അതേസമയം പ്രതിസ്ഥാനത്തുള്ള വോട്ടറുടെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നേരത്തെ ഈ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിന്റെ സ്വഭാവവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലക്കെടുക്കുന്നില്ല. പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വോട്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരിക്കുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. റോഷ്നി.